പൊതുയിടങ്ങളിൽ നിന്നും തെരുവ് നായ്ക്കളെ നീക്കണമെന്ന മുൻ ഉത്തരവിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മൃഗസ്നേഹികളുടെ ഹർജി തള്ളി സുപ്രീം കോടതി. മനുഷ്യജീവന് ഭീഷണിയായ അപകടകാരികളായ നായ്ക്കളെ കൊല്ലാമെന്നും കോടതി നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി അതുല്യ ചേരുന്നു. അതുല്യ, നിർണായകമായ ഒരു ഉത്തരവ് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, ഇതിനു മുൻപ് സുപ്രീം കോടതി തെരുവ് നായ്ക്കളെ പൊതുസ്ഥലത്ത് നിന്ന് നീക്കണം എന്ന് കർശനമായി തന്നെ ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. അതായത് പൊതുസ്ഥലങ്ങളിൽ നായകൾക്ക് ഭക്ഷണം നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ നായകളുടെ ആക്രമണവും അതുപോലെ തന്നെ അവയുടെ വ്യാപനത്തിനും എല്ലാം കാരണമാകുന്നുണ്ട്. അതിനാൽ ഈ നായകളെ പിടിച്ചു കൊണ്ടുപോയി വന്ധ്യംകരണം ചെയ്യുകയും അതിനുശേഷം തിരിച്ച് അതാത് ഇടങ്ങളിൽ തന്നെ ഇറക്കി വിടുകയും ചെയ്യുന്നത് നിർത്തണം. പകരം വന്ധ്യംകരണത്തിന് ശേഷം ഈ നായകളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണം എന്നിങ്ങനെയുള്ള ഒരു ഉത്തരവാണ് കോടതി പുറപ്പെടുവിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിനെതിരായി മൃഗസ്നേഹികളുടെ ഒരു സംഘടന സമർപ്പിച്ച ഹർജിയാണ് സുപ്രീം കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ഈ നായകളെ പൊതുസ്ഥലത്ത് തുറന്നു വിടരുത് എന്നുള്ള ആദ്യത്തെ ഉത്തരവ് സുപ്രീം കോടതി ശരിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഇത്തരത്തിൽ ഷെൽട്ടറുകളിൽ തന്നെ, അതായത് വന്ധ്യംകരണത്തിന് ശേഷം തിരിച്ച് അവയെ ഷെൽട്ടറുകളിൽ കൊണ്ടുപോവുകയും വീണ്ടും സമൂഹത്തിന് ഭീഷണിയാകുന്ന തരത്തിൽ ഈ നായകൾ മാറുന്നില്ല എന്നത് ഉറപ്പുവരുത്തുകയും വേണം എന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. മാത്രമല്ല, ഇത്തരം ഇന്ത്യൻ മൃഗക്ഷേമ ജനന ബോർഡിൻ്റെ നടപടിക്രമങ്ങൾ, അതായത് ഈ നായ്ക്കളെ വന്ധ്യംകരണം ചെയ്യുന്നതിനുള്ള അനിമൽ ബർത്ത് കൺട്രോൾ സെൻ്ററുകൾ, അതായത് ABC കേന്ദ്രങ്ങൾ അടക്കമുള്ള അവയുടെ ചട്ടങ്ങൾ, അവർക്കെതിരെയും സമർപ്പിച്ചിരുന്ന ഹർജികളും സുപ്രീം കോടതി തള്ളിയിട്ടുണ്ട്. ഈ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ വരുത്തുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഈ നിയമങ്ങൾ പാലിക്കാതിരിക്കുകയോ ചെയ്താൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും എന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇന്ന് ഒരു 7 നിർദ്ദേശങ്ങൾ, ഒരു 7 നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു മാർഗരേഖയും കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന്, ഇന്ത്യൻ മൃഗക്ഷേമ ബോർഡ് നടപ്പിലാക്കുന്നതിന് അതാത് സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ കേന്ദ്രഭരണ സ്ഥാപനങ്ങളും വേണ്ട നടപടികൾ ഉടനെ തന്നെ സ്വീകരിക്കണം. രണ്ടാമത്തേത്, ഓരോ ജില്ലയിലും ഒരു മൃഗജനന അല്ലെങ്കിൽ ഒരു വന്ധ്യംകരണ ABC സെൻ്റർ എങ്കിലും ഒരു ജില്ലയിൽ വേണം എന്ന രീതിയിൽ, ഒരു സംസ്ഥാനത്ത് എത്ര ജില്ലകളുണ്ടോ ആ ജില്ലകളിൽ ഓരോന്നിലും ഒരു ABC കേന്ദ്രമെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണം. ഇത്തരത്തിൽ നഗരങ്ങൾ കൂടുതലുള്ള ഇടങ്ങളിൽ, തെരുവുനായ ശല്യം രൂക്ഷമായ ഇടങ്ങളിൽ ഈ ABC സെൻ്ററുകളുടെ എണ്ണം കൂട്ടണം എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി റാബീസ് വാക്സിനുകളുടെ, അതായത് ഇമ്മ്യൂണോ ഗ്ലോബുലിനുകളുടെയും ആൻറ്റി റാബീസ് വാക്സിനുകളുടെയും മതിയായ ലഭ്യത അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉറപ്പാക്കണം. മാത്രമല്ല, ഈ തെരുവ് നായ്ക്കളുടെ ഭീഷണി ഒഴിവാക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട് എന്നും അതിനിടയിൽ ലഭിക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതിന് അവർക്ക് സംരക്ഷണം ലഭിക്കും. അതായത് മൃഗസ്നേഹികളുടെ ഭാഗത്ത് നിന്ന് ഇവർക്കെതിരെ പ്രതിഷേധം പോലുള്ള മറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ അനുവദിക്കില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഏറ്റവും സുപ്രധാനമായ സുപ്രീം കോടതിയുടെ ഇന്നത്തെ നിർദ്ദേശം എന്ന് പറയുന്നത്, മനുഷ്യജീവന് ഭീഷണിയാകുന്ന തരത്തിൽ അല്ലെങ്കിൽ ആക്രമണകാരികളായ നായകളെ നിയമപരമായി അനുവദനീയമായ രീതിയിൽ കൊല്ലാം എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഷെൽട്ടറുകളിലേക്ക് മാറ്റുന്നത് കൊണ്ട് മാത്രം ഈ ഒരു പ്രശ്നം തീരില്ല. മറിച്ച് അപകടകാരികളായ, നിയന്ത്രിക്കാൻ കഴിയാത്ത, മനുഷ്യജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള നായകളെ നിയമപരമായി ദയാവധത്തിന് വിധേയനാക്കാം എന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. മാത്രമല്ല, ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഹൈക്കോടതികൾ സ്വമേധയാ കേസ് എടുക്കണം എന്നും പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും അവസാനത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് തെരുവുനായ്ക്കളുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് പൊതു ഇടങ്ങളിൽ മൃഗങ്ങളുടെ സാന്നിധ്യം ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളും കോടതി ഇതിനോടൊപ്പം തന്നെ പരിഗണിച്ചിരുന്നു. പ്രത്യേകിച്ചും ഇന്ത്യൻ നിരത്തുകളിൽ കന്നുകാലികളുടെ സാന്നിധ്യം ഒരു വലിയ പ്രശ്നമായി മാറുന്ന സാഹചര്യത്തിൽ തെരുവുനായ് വിഷയത്തോടൊപ്പം തന്നെ അതും സുപ്രീം കോടതി പരിഗണിച്ചിരുന്നു. ഇപ്പോൾ കന്നുകാലികളുടെ ശല്യത്തിൽ നിന്ന് ദേശീയപാതകൾ സുരക്ഷിതമാക്കാൻ ദേശീയപാത അതോറിറ്റിക്കും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഈ 7 നിർദ്ദേശങ്ങളാണ് ഇന്നിപ്പോൾ ഈ തെരുവുനായ്ക്കളുടെ വന്ധ്യംകരണവും അതുപോലെ തന്നെ തെരുവുനായ്ക്കളെ പൊതുയിടങ്ങളിൽ നിന്ന് നീക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസിൽ പുറപ്പെടുവിച്ചിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ കഴിഞ്ഞ നവംബറിൽ തന്നെ
ഇത്തരത്തിൽ തെരുവ് നായകളെ പിടിച്ചുകൊണ്ടുപോയി വന്ധ്യംകരണം നടത്തുകയും ഷെൽട്ടറുകളിലേക്ക് മാറ്റുകയും ചെയ്യണം എന്ന് ഉത്തരവിട്ടിരുന്നു. എന്നാൽ ആ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് മൃഗസ്നേഹികൾ ഒരു ഹർജി സമർപ്പിച്ചത്. അത്തരത്തിൽ ഇവയെ ഒരു കൺഫൈൻമെന്റ്, അതായത് ഒരു തടങ്കലിൽ വെക്കാൻ പാടില്ല, മറിച്ച് എവിടെ നിന്നാണോ പിടിച്ചുകൊണ്ടുപോയത് അവിടെ തന്നെ വന്ധ്യംകരണത്തിന് ശേഷം തിരിച്ചു വിടണം എന്നായിരുന്നു മൃഗസ്നേഹികളുടെ നിർദ്ദേശം. ആദ്യം അതായത് ഷെൽട്ടറുകളിൽ താമസിപ്പിക്കണം, പുറത്തു വിടരുത് എന്നുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് പിൻവലിക്കണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ ആ ആവശ്യത്തെയാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ പൊതു ഇടങ്ങളിൽ വിടുന്നതിനെതിരെ, പൊതു ഇടങ്ങളിൽ നായകൾക്ക് ഭക്ഷണം നൽകുന്നതിനെതിരെയും സുപ്രീം കോടതി കർശനമായി തന്നെ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശരി, എന്തായാലും പൊതുയിടങ്ങളിൽ നിന്നും തെരുവ് നായ്ക്കളെ നീക്കണമെന്ന മുൻ ഉത്തരവിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മൃഗസ്നേഹികളുടെ ഹർജി ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. പൊതുയിടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ തെരുവ് നായ്ക്കളെ നീക്കണമെന്ന കർശനമായ നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. മനുഷ്യജീവന് ഭീഷണിയായ അപകടകാരികളായ നായ്ക്കളെ കൊല്ലാമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുല്യാണ് വിവരങ്ങൾ നൽകിയത്.